ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ യുവാവ് വയോധികയെ ആക്രമിച്ച് മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശി അഷ്ഫാനാണ് മരിച്ചത്. അവണൂർ IHDP ഉന്നതിയിലെ പഞ്ചായത്തിന്റെ കുടിവെള്ള ടാങ്കും കിണറും ശുചീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കുടിവെള്ള സംഭരണ ടാങ്ക് കഴിഞ്ഞ 6 വർഷമായി ശുചീകരിച്ചിട്ടില്ലെന്ന് പരാതി. തലോരിൽ നിർത്തിയിട്ട കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിലെത്തിയ യുവാവ് വയോധികയുടെ തല ചുമരിലിടിച്ചതിനു ശേഷം മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി ചാണാശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ മാലയാണ് കവർന്നത്. സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിലെത്തിയ യുവാവ് വെള്ളം ആവശ്യപ്പെടുകയും വെള്ളമെടുക്കാനായി വീടിന്റെ അകത്തേക്ക് പോയ വയോധികയുടെ തല പിടിച്ച് ചുമരിലിടിച്ചതിനു ശേഷം 3 പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്നുണ്ടായ പിടിവലിയിൽ മാലയുടെ പകുതി മാത്രമാണ് മോഷ്ടാവിന്റെ കയ്യിൽ കിട്ടിയത്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വയോധികയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമണം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡനം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എടവിലങ്ങൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് IHRD കോളേജിന് സമീപം വല്ലത്തുപടി വീട്ടിൽ അഷ്കറിന്റെ മകൻ അഷ്ഫാനാണ് മരിച്ചത്. എടവിലങ്ങ് ശിവകൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ അഷ്ഫാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവണൂർ IHDP ഉന്നതിയിലെ പഞ്ചായത്തിന്റെ കുടിവെള്ള ടാങ്കും കിണറും ശുചീകരിക്കാത്തത് പരാതിക്കിടയാക്കുന്നു. അവണൂർ പഞ്ചായത്തിന്റെ അധികാരത്തിലുള്ള കുടിവെള്ള സംഭരണ ടാങ്ക് കഴിഞ്ഞ 6 വർഷമായി ശുചീകരിച്ചിട്ടില്ല. ഇതോടെ ടാങ്കിനകത്ത് ചെളിയും പായലും അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇതുമൂലം വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടാകുന്നതായും നാട്ടുകാർ പറയുന്നു. ഈ വെള്ളമാണ് ഉന്നതിയിലുള്ളവർ കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. ടാങ്കിന്റെ അവസ്ഥ അറിയാത്തവർ ഇതേ വെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ടാങ്കിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കിണറിന്റെ അവസ്ഥയും മോശമാണ്. ചെടികളും മരങ്ങളും പടർന്ന് ഇലകളും അതിന്മേലുള്ള പുഴുക്കളും ജീവജാലങ്ങളും വീണ് വെള്ളം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ടാങ്കും കിണറും ശുചീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് പലകുറി ആവശ്യപ്പെട്ടെങ്കിലും മഴയും ഏണി തുരുമ്പിച്ചതിനാൽ ടാങ്കിലേക്ക് കയറാൻ പറ്റില്ലെന്നുമായിരുന്നു അധികൃതരുടെ മറുപടി. ഈ സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസിയായ ഷിനോജ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു അപേക്ഷ അന്നത്തെ മെമ്പർ വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മെമ്പർ പറഞ്ഞത് അത് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ കോണി തുരുമ്പിച്ചതാണ്. അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ വഴുക്കലുണ്ട്, അതുകൊണ്ട് കയറാൻ ആൾക്കാർ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഒഴിവാക്കിയത്. അതിനുശേഷം 2025 സെപ്റ്റംബറിലും ഒക്ടോബറിലും ഞാൻ ഓൺലൈൻ വഴി 2 തവണ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞത് പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാനത് കൈമാറാം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ അയക്കാണ് ഉണ്ടായത്. ഞാൻ 2 ഗ്രാമസഭകളിലും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. ഇനിയെങ്കിലും പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. TCV തൃശൂർ.
തലോരിൽ നിർത്തിയിട്ട കാറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട മറ്റൊരു കാർ തലകീഴായി മറിഞ്ഞു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലേക്ക് കാർ കയറ്റി പാർക്ക് ചെയ്താണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തി മാറ്റിയിട്ട ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി ഒറ്റപ്പാലം റോഡിലെ മായന്നൂർ കടവും സമീപത്തുള്ള മായന്നൂർ പാലവും തെരുവ് വിളക്കുകളില്ലാത്തതിനാൽ ഇരുട്ടിൽ. മായന്നൂർ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് ദിവസങ്ങളേറെയായി. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥിതി ചെയ്യുന്ന സെന്ററിലേക്ക് 5 പാതകളാണ് സംഗമിക്കുന്നത്. ഇവിടം വെളിച്ചമില്ലാത്തത് മൂലം അപകട മേഖലയായി തീരുകയും ചെയ്തു. ഓട്ടോ സ്റ്റാൻഡും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ സമീപത്ത് തന്നെയാണ്. നിരവധി സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മായന്നൂർ കടവ് കഴിഞ്ഞുള്ള മായന്നൂർ പാലവും ഇരുട്ടിലായിട്ട് ഏറെ നാളുകളായി. മായന്നൂർ ഒറ്റപ്പാലം പാലത്തിലെ റോഡുകളുടെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ് റോഡ്. കുഴിയിൽ ചാടുന്നത് ഒഴിവാക്കാനായി വാഹനങ്ങൾ ദിശ മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിലെ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. മായന്നൂർ കടവ് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ പ്രവർത്തനക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. മായന്നൂർ പാലത്തിലൂടെയുള്ള ആ ഒരു റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. കാരണം കുറച്ച് കാലമായിട്ട് ഈ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് മായന്നൂർ ഭാഗത്ത് നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തെ റോഡുകൾ ഈ തല മുതൽ ആ തല വരെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഒപ്പം പാലത്തിലുള്ള ലൈറ്റിന്റെ പോരായ്മയും, കാരണം രാത്രി കാലങ്ങളിലുള്ള യാത്രയ്ക്ക് അത് വലിയ തടസ്സം തന്നെയാണ്. അതുപോലെ തന്നെ മായന്നൂർ കടവ് സെന്ററിലുള്ള ഹൈമാസ് ലൈറ്റിനും അതും തകരാറിലാണ്. അതിൻ്റെയും ഒരു അടിയന്തരമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാവണം എന്നാണ് ഈ ഒരു അവസരം പറയാനുള്ളത്. TCV ചേലക്കര. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ 2ാം പ്ലാറ്റ്ഫോമിലെ പാതയും 3ാം പ്ലാറ്റ്ഫോമിലെ പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്നും ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും റെയിൽവേ. മരവിപ്പിക്കൽ പിൻവലിച്ചതിനെ തുടർന്ന് വീണ്ടും ആരംഭിച്ച ഗുരുവായൂർ തിരുനാവായ പാതയുടെ റീസർവേ ജോലികൾ പുരോഗമിക്കുകയാണെന്നും തിരുവനന്തപുരത്ത് നടന്ന ഡിവിഷണൽ റെയിൽവേ ഉപദേശക സമിതി യോഗത്തിൽ അധികൃതർ അറിയിച്ചു. തെങ്ങിൽ നിന്ന് വീണ് കർഷകൻ മരിച്ചു. കരുമത്ര സ്വദേശി തോമസ് ആണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. 35 വർഷം കരുമത്ര പാൽ സൊസൈറ്റി പ്രസിഡന്റായും കരുമത്ര വരടഞ്ചിറ പാടശേഖര സമിതി പ്രസിഡന്റായും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് നഗരമധ്യത്തിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ ചീനിമരം. ബീച്ച് റോഡിലേക്ക് പോകുന്ന വഴിയിൽ ടൗൺ ജുമാ മസ്ജിദിന് സമീപം നിൽക്കുന്ന മരത്തിന്റെ വൻ ചില്ലകളാണ് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണിത്.
ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. ചില്ലകൾ വെട്ടിമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ വ്യാപാരികളും കെട്ടിട ഉടമകളും അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മണ്ണുത്തിരി മാടക്കത്തറ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ കടന്നുപോകുന്ന റോഡിലാണ് നായകളുടെ ജഡം ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത്. മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ പ്രദേശത്ത് ദുർഗന്ധം രൂക്ഷമായിരിക്കുകയാണ്. കാൽനട യാത്ര പോലും അസാധ്യമായ നിലയിലാണ് റോഡിന് ഇരുവശവും മാലിന്യം ഇട്ടിരിക്കുന്നത്. റോഡിന് ഇരുവശവും പുൽക്കാടുകൾ വളർന്ന നിലയിലുമാണ്. കാഞ്ഞാണിയിൽ വ്യാജ സ്വർണം കൈവശം വെച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ 6 അംഗ സംഘത്തെ അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശികളായ മുബാറക്, ഷായിർ, അഖിൽ, ജീവൻ, ഗണേശമംഗലം സ്വദേശി PH വിഷ്ണു, തൃത്തല്ലൂർ സ്വദേശി VV വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞാണി സിൽവർ ബാറിൽ ഏതാനും പേർ ഒത്തുകൂടിയിട്ടുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ കാറിൽ നിന്ന് 3 വ്യാജ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടിച്ചെടുത്തു. അന്തിക്കാട് SI റിജി, സീനിയർ CPO സജു, CPOമാരായ ഗോപകുമാർ, അനൂപ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ ഷൈൻ, സോണി, കൃഷ്ണദാസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പവർക്കട്ടിനെതിരെ തിരികൾ തെളിയിച്ചും യാത്രക്കാർക്ക് മെഴുകുതിരികൾ നൽകിയും കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജു S ചെറിയത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PI മാത്യു, VJ ജോജി, KO വർഗീസ്, ജിമ്മി വർഗീസ്, മനോജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. രാത്രി വീടിനകത്ത് കടന്ന മൂർഖൻ ബാബിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി മാള SI. ബുധനാഴ്ച രാത്രി 9-നായിരുന്നു സംഭവം. സുഹൃത്തായ അനൂപിനെയും കുടുംബത്തെയും വീടിനകത്ത് കയറിയ മൂർഖനിൽ നിന്ന് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനൂപിന്റെ സുഹൃത്ത് റിനീഷാണ് സ്റ്റേഷനിലെത്തിയത്. വീടിനകത്ത് നിന്ന സ്ഥലത്തു നിന്ന് മാറാൻ കഴിയാതെ മൂർഖന് മുന്നിൽ നിൽക്കുകയായിരുന്നു അനൂപ്. സ്ഥലത്തെത്തിയ SI ഫൈസൽ കോറോത്ത് 5 മിനിറ്റിനകം തന്റെ സ്ഥിരം ശൈലിയിലൂടെ മൂർഖനെ ബാഗിലാക്കി വനം വകുപ്പിനെ വിവരമറിയിച്ചു. ഫൈസൽ കോറോത്ത് പോലീസ് സർവീസിനിടയിൽ നൂറുകണക്കിന് പാമ്പുകളെയാണ് പിടികൂടിയിട്ടുള്ളത്. സിനിമ, സീരിയൽ, ഹ്രസ്വചിത്ര നടൻ, ഗായകൻ എന്നീ നിലകളിലും ഫൈസൽ കോറത്ത് ശ്രദ്ധേയനാണ്. TCV ന്യൂസ്, മാള. ജനകീയ ആരോഗ്യ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായിരുന്ന OS സത്യൻ അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. KK വത്സരാജ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. OS സത്യന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മികച്ച ശുചിത്വ ഹരിത UP വിദ്യാലയത്തിനുള്ള സത്യൻ സ്മാരക പുരസ്കാരവും ക്യാഷ് അവാർഡും പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിന് സമ്മാനിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, അനുസ്മരണ സമിതി ചെയർപേഴ്സൺ ഡോക്ടർ NR ഹർഷകുമാർ, വൈസ് ചെയർമാൻമാരായ KS ദിലീപ് കുമാർ, P രാധാകൃഷ്ണൻ, ട്രഷറർ TN തിലകൻ, അക്കാദമിക് കമ്മിറ്റി കൺവീനർ MD ദിനകരൻ, GC രഘുനാഥ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്ങണിശ്ശേരി സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയും അഡാപ്റ്റ് സൊസൈറ്റിയും സംയുക്തമായി സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി ചെയർമാൻ രാജൻ തലൂർ അധ്യക്ഷത വഹിച്ചു. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, സുനിൽ കൈതവളപ്പിൽ, K വിജയരാഘവൻ, N രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ഏറ്റവും മികച്ചതിൽ നിന്നാണ് മികച്ചതാകാനുള്ള പ്രചോദനം ലഭിക്കുന്നതെന്ന് മന്ത്രി OJ ജനീഷ്. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അറിയുകയും അതിനേക്കാൾ മുന്നിലെത്താനുള്ള ശ്രമവുമായിരിക്കണം വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടകാമ്പൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആദരവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐബ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിജയ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. മാരക രാസലഹരിയായ MDMA-യുമായി സ്റ്റേഷൻ റൌഡി പിടിയിൽ. ചാലക്കുടി സ്വദേശി തട്ടിൽ വീട്ടിൽ ജിജു പാപ്പിയാണ് അറസ്റ്റിലായത്. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും ചാലക്കുടി പോലീസും സംയുക്തമായി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU പ്രവർത്തകർ ഗുരുവായൂരിൽ ധർണ നടത്തി. ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് ഉദ്ഘാടനം ചെയ്തു.
ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, ഏരിയ വൈസ് പ്രസിഡന്റ് ഉണ്ണി വാർനാട്ട്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK സജീവൻ, AV റൈനസ്, ശ്രീകുമാർ പാർത്ഥസാരഥി, വസന്ത വേണു, M ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹിയിലെ പോലീസ് അതിക്രമത്തിനെതിരെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് കോടതി സമുച്ചയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ബിജു വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ ഫരീദ ബാനു, ഫ്രെഡി പയസ്, ഷീജ ജോസഫ്, വിജയൻ ചൊവ്വല്ലൂർ, സജിബ ജാവേദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടം സാംസ്കാരിക വേദി എരുമപ്പെട്ടിയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപകൻ AA അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് KR രാധിക അധ്യക്ഷയായി. ഡോക്ടർ VC ബിനോജ്, ഇടം സെക്രട്ടറി അക്ബർ അലി, TS സുബിത, ഷിഫ്ന ഷെറിൻ, NS സത്യൻ, NC ശശികുമാർ എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ബോർവെൽ ഡ്രില്ലിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലസേചന വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് പാലാ ലയൺസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകി. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളുടെ മേഖലാ സമ്മേളനോദ്ഘാടനവും ഇടുക്കി അജേഷ് കുമാർ ചികിത്സാ സഹായനിധി കൈമാറലും മന്ത്രി നിർവഹിച്ചു. പ്രസിഡന്റ് PJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK വസന്തകുമാർ, ജോണി കുറുവിലങ്ങാട്, സുനിൽ K മാത്യു, ടിജു സെബാസ്റ്റ്യൻ, TV അജയൻ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സുനിമോൻ എന്നിവർ സംസാരിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തൃശൂർ AE അസീസി പ്രൊവിൻസ് നിർമ്മിച്ച 22 മിനിറ്റ് ദൈർഘ്യമുള്ള AI ഹ്രസ്വചിത്രമായ ശാന്തിദൂതന്റെ ആദ്യ പ്രദർശനം നടന്നു. തൃശൂർ FCC പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന ചടങ്ങിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംബ്ലാക്കൽ പ്രകാശനം നിർവഹിച്ചു. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഫോൺസി മരിയ, ഫാദർ വിൽസൺ കൊടുങ്ങൂക്കാരൻ, ബ്രദർ ജോസ് ചുങ്കത്ത്, ഫാദർ ഫിജോ ആലപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളെയും ഉൾപ്പെടുത്തി വികസന മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. 3 വർഷത്തിനുള്ളിൽ ഗ്രാമീണ റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത മാസ്റ്റർ പ്ലാൻ MLAക്ക് കൈമാറി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, ആൻഡോ ലിജോ, KU സരിത, സിനി പ്രസാദ്, MP സജീബ്, IP സുധീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിക്ക് ആദ്യ മെമ്പർഷിപ്പ് നൽകി. PKA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസീതയുടെ പെരുമ്പിലാവിലെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ PKA സംസ്ഥാന കമ്മിറ്റി അംഗം UR പ്രദീപ് MLA അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PK കൃഷ്ണൻകുട്ടി, NK പ്രമോദ് കുമാർ, TV ബബീഷ്, CG രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടശാംകടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. കൂടുതൂർക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ജോസ് ചാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിനമായ ശനിയാഴ്ച നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും.
ഫാദർ മനോജ് താണിക്കൽ സന്ദേശം നൽകും. വൈസ്മെൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കലാഭവൻ മണി അവാർഡ് വിതരണവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6-ന് ചാലക്കുടി മർച്ചന്റ് ജൂബിലി ഹാളിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കലാഭവൻ മണി അവാർഡ് നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു കലാഭവൻ ജോഷിക്ക് സമർപ്പിക്കും. പ്രസിഡന്റ് ജോയ് കരിപ്പായി, ട്രഷറർ ബിജു ജോർജ്, ഭാരവാഹികളായ ജോഷി പുത്തരിക്കൽ, ജോൺ ആളൂക്കാരൻ, മെൻഡസ് കണ്ണൂക്കാടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാറന്റി പരിധിയിൽ ടിവിക്ക് തകരാർ ആരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. അന്തിക്കാട് സ്വദേശി പല്ലൻ വീട്ടിൽ AK ജോണി ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. പുഴയ്ക്കൽ ശോഭ സിറ്റിയിലെ റിലയൻസ് ഡിജിറ്റൽ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും പടിഞ്ഞാറേക്കോട്ടയിലെ ടെക്വിൻസ് ഇലക്ട്രോണിക്സ് ഉടമയ്ക്കെതിരെയുമാണ് വിധി. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പുകുടങ്ങളുമടക്കം 2 ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. തമിഴ്നാട് മധുര സ്വദേശി സെൽവകുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് കേരള കർഷക സംഘം വിൽവട്ടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി TR ഹിരൺ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി PK ലാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രാജീവ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ യുവാവ് വയോധികയെ ആക്രമിച്ച് മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തല ഭിത്തിയിലിടിച്ചാണ് പരിക്കേൽപ്പിച്ചത്. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. ചെറിയാട് സ്വദേശി അഷ്ഫാനാണ് മരിച്ചത്. അവണൂർ IHDP ഉന്നതിയിലെ പഞ്ചായത്തിന്റെ കുടിവെള്ള ടാങ്കും കിണറും ശുചീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. കുടിവെള്ള സംഭരണ ടാങ്ക് കഴിഞ്ഞ 6 വർഷമായി ശുചീകരിച്ചിട്ടില്ലെന്ന് പരാതി. തലൂരിൽ നിർത്തിയിട്ട കാറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.